ഹലോ ഫ്രണ്ട്സ്, ഹോം ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചികരമായ ദാൽ ഫ്രൈ ആണ്. ചപ്പാത്തിക്കും നാണിനും ജീര റൈസിനും സാധാരണ ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: അരക്കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് മൂംഗ് ദാൽ, ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 6-7 വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, 1/4 ടീസ്പൂൺ കായം പൊടി, 2 വറ്റൽ മുളക്, ഒരു ബേ ലീഫ്, ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും. ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പും മൂംഗ് ദാലും ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് കുക്കർ അടച്ച് ഏകദേശം 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായാൽ കായം പൊടി, ജീരകം, വറ്റൽ മുളക്, ബേ ലീഫ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. ശേഷം അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് നല്ല മണം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞ സവാള ചേർത്ത് ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റാം. അതിനുശേഷം തക്കാളി ചേർത്ത് നന്നായി ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം 1/4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കട്ടി ക്രമീകരിച്ചെടുക്കാം. അവസാനമായി കുറച്ച് മല്ലിയില വിതറി 2 മിനിറ്റ് കൂടി തിളപ്പിച്ചാൽ നമ്മുടെ രുചികരമായ ദാൽ ഫ്രൈ റെഡിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.